ഉത്രാടത്തിൻ്റെ 2, 3, 4 എന്നീ പാദങ്ങൾ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഇവ ചേർന്നതാണ് മകരം രാശി. ഈ രാശിക്കാർക്ക് 7ര ശനി അവസാനിച്ചിരിക്കുന്നു. ഇനി ഒരു 2.25 വർഷത്തോളം അവർക്ക് ശനിയെ കൊണ്ടുള്ള കാര്യമായ ഉപദ്രവം അല്ലെ ബുദ്ധിമുട്ട് ഉണ്ടാകാനിടയില്ല. എന്നാൽ വ്യാഴം ഇവർക്ക് അനിഷ്ടസ്ഥിതിയിലാണ്, 6ാമത്തെ രാശിയിലാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ഇടപാടുകളിൽ കൂടുതൽ ജാഗ്രത കാണിക്കാൻ ശ്രദ്ധിക്കണം. ഷുഗറിൻ്റെ, അതായത് പ്രമേഹം മുതലായ രോഗങ്ങളുള്ളവർ സമയബന്ധിതമായിട്ട് അതിൻ്റെ ടെസ്റ്റുകളും മറ്റും നടത്തണം. ഇത്തരം രോഗങ്ങൾ മൂർച്ഛിക്കാനുള്ള സാധ്യതകളും അതുവഴി ആശുപത്രി ചിലവുകളും മറ്റും അധികരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കുട്ടികൾക്ക് രോഗം വരാനും അതിലൂടെ പണം ചിലവാകാനുമുള്ള സാധ്യതകളും ഉണ്ട്. വിവാഹ ആലോചനകൾക്ക് കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാകാൻ സാധ്യത തീരെ കുറവാണ്. എന്നാലും ശ്രമിക്കാതിരിക്കണം എന്നതിനർത്ഥമില്ല. കാരണം ഈ വരുന്ന മെയ് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ശനിയും വ്യാഴവുമൊക്കെ ഒരേപോലെ ഈ രാശിക്കാർക്ക് അനുകൂലതയിലേക്ക് മാറുന്ന സമയമാണ്. ശനി ഇപ്പോൾ തന്നെ അനുകൂലമാണ്, വ്യാഴം കൂടി അടുത്ത മെയ് മാസം കഴിയുമ്പോൾ അനുകൂലതയിലേക്കാവുകയും ചെയ്യും. അതുകൊണ്ട് ശ്രമിക്കാതെ ഇരിക്കരുത്. പക്ഷെ ശ്രമിച്ചാലും ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തൊഴിൽ രംഗത്ത് കാര്യമായിട്ടുള്ള പുരോഗതിക്ക് സാധ്യത കാണുന്നില്ല. അതേപോലെ ആധ്യാത്മികവും ആത്മീയവുമായ ചിലവുകൾക്ക് വേണ്ടി പണം ചിലവഴിക്കുന്നതിൽ ചില മിതത്വം പാലിക്കുന്നത് നല്ലതാണ്.